നമ്മുടെ ഈ മഹത്തായ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത്. ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതെ അവരുടെ റോസ്റ്റർ സിസ്റ്റം മാറ്റാതെ നിൽക്കുമ്പോൾ രാജ്യം സ്തംഭിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാ രാജ്യം ഭരിക്കുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ് രാജ്യം ഭരിക്കുന്നത്. രാജ്യത്തിൻ്റെ എക്കണോമിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖല, ഒരു സെക്ടർ, അതാണ് ഏവിയേഷൻ സെക്ടർ. ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും അതിനെ സ്റ്റാൾ ചെയ്യാൻ ആ സെക്ടറിലെ 60% സ്തംഭിപ്പിക്കാൻ, എന്നിട്ട് രാജ്യത്തെ മുൾമുനയിൽ നിർത്താൻ എത്ര ഇഞ്ചായിരുന്നു? 56 ഇഞ്ചുള്ള പ്രധാനമന്ത്രിക്ക് അദ്ദേഹം നിസ്സഹായം നിൽക്കുകയാണ്. ഒരു വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഗസ്റ്റ് നമ്മുടെ രാജ്യത്ത് വരും. പുടിൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ രാജ്യത്തെ ഏവിയേഷൻ സെക്ടർ കാലിയായി നിൽക്കുകയാണ്. വിമാനത്താവളത്തിൽ ജനങ്ങൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും വലിയൊരു നാണക്കേട് വരാണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രിക്ക് പോലെ ഇത്രയും ശക്തമായ ഭരണകൂടത്തിന് പോലും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? ഈ പറഞ്ഞ മാതിരി 65% അവരുടെ കയ്യിലാണ്. എങ്ങനെയാണ് അങ്ങനെ ആയത്? അത് അജിംഷാദെക്കുറിച്ച് പറഞ്ഞു. ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ, പോർട്ടുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പോർട്ടുകൾ, തുറമുഖങ്ങൾ ആരുടെ കയ്യിലാണ്? ഇനി ഇതേ കാര്യം ഇപ്പോൾ തുറമുഖങ്ങൾ കയ്യിലുള്ള ഒരു കമ്പനി മുതലാളിക്ക് രാഷ്ട്രീയ മുതലാളിയോടൊന്ന് വിയോജിപ്പുണ്ടായെന്ന് വിചാരിക്കാം. മാരിടൈം സെക്ടർ ഇൻഡസ്ട്രി അത് സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിനകത്ത് ഡുവോപ്പൊളിയാണുള്ളതെന്ന് വിചാരിക്കാം ഈ ഏവിയേഷൻ സെക്ടറിൽ. പക്ഷേ അതിൽ സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കൂട്ടർ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഈ എയർപോർട്ടിലുള്ള മനുഷ്യർ, ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ബഹളം വെക്കുകയല്ലാതെ നമ്മുടെ തെരുവിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്ത് വിചിത്രമായൊരവസ്ഥയാണ്. ആർക്കൊരു പ്രശ്നമില്ലല്ലോ. നമ്മുടെ ഈ മഹത്തായ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത്. ആർക്കൊരു പ്രശ്നമില്ല. ഇന്ത്യയിൽ നോക്കൂ, ഈ ഏവിയേഷൻ സെക്ടറിൽ അടുത്ത കാലത്തുണ്ടായ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബഹളം എന്താണെന്നറിയോ? നമ്മുടെ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ CEO ആയിട്ട് ടർക്കിഷ് എയർലൈൻസിൻ്റെ അവിടുന്ന് റിട്ടയർ ചെയ്ത CEO നിയമിക്കാൻ തീരുമാനിച്ചു. അതാണ് ഏവിയേഷൻ സെക്ടറിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ബഹളം എന്ന് പറയുന്നത്. സർവ്വസംഘികളും വന്ന് ഈ സൈബർ സ്പേസ് ബഹളം ഉണ്ടാക്കി. ആ മനുഷ്യൻ അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന്, ഓസ്ട്രേലിയ ഒരുത്തരം പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് CEO ആക്കിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ.